ഇതാണ് ബുദ്ധിമുട്ട്. ഉറപ്പായും കുറച്ചുകൂടി ബസ്സുകൾ കൊടുക്കേണ്ടതുണ്ട്. നേരത്തെ KSRTCയിലെ ജീവനക്കാരൻ പറഞ്ഞത് തന്നെയാണ്. സിറ്റി ബസ്സിൽ ഇപ്പോൾ 5 ബസ് കടക്കുന്നതിൽ 4 ബസ് സിറ്റി ഫാസ്റ്റും 1 ബസ് ഇപ്പോൾ ഇന്ദിരാ പ്രിയദർശിനി ബസ്സുമാണ് എന്നുള്ളതാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, യാത്രക്കാര് അതിനകത്ത് അല്പം അവർ പ്രതിഷേധിച്ചതും അതാണ്. കഴിഞ്ഞ കുറച്ച് മണിക്കൂറായിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നു, 45 മിനിറ്റൊക്കെ ആയിട്ട് വന്ന് നിൽക്കുന്നു. അപ്പോൾ പലതും പ്രിയദർശിനി ബസ് കിട്ടുന്നില്ല അവരുടെ നിശ്ചയിച്ച റൂട്ടുകളിൽ എന്നുള്ളതാണ്. KSRTC ബസ്സുകളിൽ പലതും സിറ്റി ഫാസ്റ്റ് ബസ്സുകൾ ഉണ്ട്. അപ്പോൾ ഓർഡിനറി ബസ്സുകളിൽ കയറുന്നതിൽ ചില യാത്രക്കാർ കുറച്ചധിക സമയം കാത്തു നിൽക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഇത് തിരുവനന്തപുരത്ത് നിന്നാണ്, ഓർമ്മിക്കണം. വടക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ അവിടെ KSRTC ബസ്സുകൾ തന്നെ കുറവാണ്. അവിടെ കൂടുതലും സ്വകാര്യ ബസ്സുകളാണ് ഉള്ളത്. അത് ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുന്നു. ഇത് ചരിത്രപരമായ ഐതിഹാസികമായ യാത്രയൊക്കെയാണ് എന്ന് പറയുമ്പോഴും അവരെ മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവരുത്. വരുന്ന ബസ്സുകളെല്ലാം സിറ്റി ഫാസ്റ്റ് എന്ന് വരികയും അതിനിടയിൽ 2 ഓർഡിനറി ഇന്ദിരാ പ്രിയദർശിനി ബസ് വരികയും ചെയ്യുമ്പോഴാണ് യാത്രക്കാർ പ്രതിഷേധിച്ചത്. ഒടുവിൽ യാത്രക്കാർ പൈസ കൊടുത്ത് തന്നെ സിറ്റി ഫാസ്റ്റിൽ പോകാൻ തീരുമാനിക്കുകയായിരുന്നു. എല്ലാ റൂട്ടുകളിലേക്കും കൂടുതലും ഉള്ളത് ഈ സിറ്റി ഫാസ്റ്റ് ബസ്സുകളാണ് ഉള്ളത്. പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്. അതിനിടയിൽ ഒരു പ്രിയദർശിനി ബസ് വരും, വീണ്ടും സിറ്റി ഫാസ്റ്റ് ബസ്സുകൾ ഇങ്ങനെ തുടർച്ചയായിട്ട് വരും. അതാണ് യാത്രക്കാരെ കൂടുതൽ സമയം കാത്തു നിൽക്കേണ്ടി വരുമോ എന്നുള്ളതാണ് ഒരാശങ്ക. അതെന്തായാലും പ്രതിഷേധമാണ് പ്രേക്ഷകർ കണ്ടത്. ഈ സ്പോട്ടിൽ നിന്നുള്ള പ്രതിഷേധം.